നമ്മുടെ റിസ്ഖുകളെ അള്ളാഹു കൃത്യമായും നമ്മുടെ ആവശ്യമനുസരിച്ച് നൽകുന്നവനാണ്. ചില കാര്യങ്ങൾ അള്ളാഹു നമുക്ക് നൽകും. ചില ആളുകൾക്ക് കുറച്ച്, ചില ആളുകൾക്ക് ഇച്ചിരി കൂടുതൽ, കുറച്ചാളുകൾക്ക് ഒരുപാട് കൂടുതൽ, ചില ആളുകൾക്ക് വളരെ കുറച്ച്. ഇങ്ങനെ അള്ളാഹു റിസ്ഖ് നൽകുന്നത് പോലും അള്ളാഹു നമ്മോട് കാണിക്കുന്ന ഔദാര്യം കൊണ്ടാണത്രേ. വിശുദ്ധ ഖുർആൻ പറയുന്നു, അല്ലാഹു ലതീഫും ബിഇബാദിഹി, അള്ളാഹു അവൻ്റെ അടിമകളോട് ലതീഫാണ്. എന്നിട്ട് പറഞ്ഞ കാര്യം എന്താണ്? യർസുഖു മൻ യശാഉ വഹുവൽ ഖവിയ്യുൽ അസീസ്. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഉദ്ദേശിക്കുന്ന പോലെ റിസ്ക് കൊടുക്കുന്നവനാണ് അള്ളാഹു. ചില ആളുകൾക്കെങ്ങാനും റബ്ബ് വാരിക്കോരി കൊടുത്താൽ ഒരു പക്ഷേ ദീന് കേൾക്കാൻ അവരുണ്ടാവില്ല, ദീന് പറയാൻ അവരുണ്ടാവില്ല, ദീനനുസരിച്ച് ജീവിക്കാൻ അവരുണ്ടാവില്ല. അതുകൊണ്ട് അള്ളാഹു കൃത്യമായ അളവിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വലൗ ബസതല്ലാഹു റിസ്ഖ ലിഇബാദിഹി ലബഗൗ ഫിൽ അർള് വലാകിൻ യുനസ്സിലു ബിഖദരിൻ മാ യശാ ഇന്നഹു ബിഇബാദിഹി ഖബീറുൻ ബസീർ. അള്ളാഹു തന്നെ പറയുന്നു സൂറത്ത് ശൂറയിൽ, വലൗ ബസതല്ലാഹു റിസ്ഖ ലിഇബാദിഹി, അള്ളാഹു എങ്ങാനും അവൻ്റെ അടിമകൾക്ക് അവൻ്റെ റിസ്ക് എങ്ങാനും വാരിക്കോരി കൊടുക്കുകയാണെങ്കിൽ, ഓരോരുത്തരുടെ കൈകളിൽ യഥേഷ്ടം കാശ് അള്ളാഹു നൽകുകയായിരുന്നുവെങ്കിൽ, ലബഗൗ ഫിൽ അർളി, അവർ ഭൂമിയിൽ അതിക്രമം കാണിക്കും. അതുകൊണ്ടാണ് അള്ളാഹു അങ്ങനെ കൊടുക്കാത്തത്. പിന്നെ അള്ളാഹു എന്താ ചെയ്യുന്നത്? വലാകിൻ യുനസ്സിലു ബിഖദരിൻ മാ യശാ, അവൻ ഉദ്ദേശിക്കുന്ന കണക്കനുസരിച്ചാണ് അള്ളാഹു ഇറക്കുന്നത്. ഓരോരുത്തർക്കും അവരുടെ സാലറിയും വരുമാനവും അള്ളാഹു നിശ്ചയിക്കുന്നൊരു കണക്കിലൂടെയാണ് വരുന്നത്. ഇത് അള്ളാഹു അറിയാത്തത് കൊണ്ടല്ല. ഒരാൾക്ക് എത്രയാണ് വരുമാനം, എന്താണ് കിട്ടേണ്ടത് എന്ന് അള്ളാഹു നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. അതിന് ചില കൈകൾ കാരണങ്ങളാണ്. ആ കൈകൾ കാരണങ്ങളാകുന്നത് പോലും അള്ളാഹുവിൻ്റെ നിശ്ചയമാണ്. വലൗ ബസതല്ലാഹു റിസ്ഖ ലിഇബാദിഹി ലബഗൗ ഫിൽ അർള്. അതുകൊണ്ട് ചില ആളുകൾക്കാണ് അള്ളാഹു വാരിക്കോരി കൊടുക്കുന്നത്, അധികം ആളുകൾക്കും അത് കൊടുക്കുന്നില്ല. അങ്ങനെയായിരുന്നെങ്കിൽ അവർ ഭൂമിയിൽ അതിക്രമം ചെയ്യും. എന്താ അതിക്രമം എന്ന് പറഞ്ഞാൽ, ഈ ഭൂമിയുടെ പരിപാലനത്തിന് ആവശ്യമായ ഒരു പരിശ്രമവും അവരുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല. എല്ലാവരുടെ കാര്യവും സാറ്റിസ്ഫൈഡ് ആണ്. തിന്നാനും കുടിക്കാനും കിടക്കാനും എല്ലാ സൗകര്യവുമുണ്ട്. ഈ ഭൂമിയെ പിന്നെ ആര് പരിപാലിക്കും? ഇവിടെ എന്ത് പ്രവർത്തനങ്ങൾ ആളുകൾ എന്ത് ചെയ്യും? എല്ലാവരും മടിപിടിച്ച് കിടക്കും. എല്ലാവരും അവനവൻ്റെ സ്വാർത്ഥതയിൽ മുങ്ങിക്കുളിക്കും. അതുകൊണ്ടാണ് അല്ലാഹു ഇത് ചെയ്യാത്തത്. വലാകിൻ യുനസ്സിലു ബിഖദരിൻ മാ യശാ. നമുക്ക് ചിലപ്പോൾ പ്രയാസം തോന്നും, എന്തേ അല്ലാഹു എനിക്ക് ഇങ്ങനെ തരുന്നത്?